സിനിമാ ലോകത്ത് നിന്ന് ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. തമിഴ് സിനിമയിലെ മാസ് ഡയറക്ടർ സ്വന്തമായി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കി ബോക്സ് ഓഫീസുകളെ വിറപ്പിച്ച് നമ്മുടെ സ്വന്തം ലോകേഷ് കനകരാജ് ഇനി ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരികയാണ്. അതെ, കൂലി എന്ന സൂപ്പർ സ്റ്റാർ രജനികാന്ത് ചിത്രത്തിന് ശേഷം ലോകേഷ് കനകരാജ് ആദ്യമായി നായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ ക്രൈം ഡ്രാമ ചിത്രം DC രാഗ ഓഫ് റിവെഞ്ച് ഒഫീഷ്യൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്. തമിഴകത്തെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായ സൺ പിക്ചേഴ്സ് നിർമ്മിച്ച ആക്ഷൻ പടങ്ങളുടെ മാസ്റ്ററായ അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വെറും ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ല. കടുത്ത വയലൻസും പ്രണയവും പകയും നിറഞ്ഞൊരു ചോരക്കളം തന്നെയായിരിക്കും ഇത്. ഈ സിനിമയുടെ റിലീസ് തീയതി, കാസ്റ്റ് ആൻഡ് ക്രൂ വിവരങ്ങൾ, അതിലുപരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഫിലിം സർക്കിളിലും പ്രചരിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ഗോസിപ്പുകളും റൂമറുകളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ സിനിമയുടെ റിലീസ് അപ്ഡേറ്റിലേക്ക് വരാം. നീണ്ട കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ സൺ പിക്ചേഴ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ജൂലൈ 31 DC ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ഈ വർഷം മെയ് മാസത്തിൽ നടന്ന വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പ്രദർശിപ്പിച്ചിരുന്നു. അവിടെ ലോകേഷ് കനകരാജ് നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒരു തമിഴ് സിനിമയ്ക്ക് റിലീസിന് മുമ്പ് ആഗോളതലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രൊമോഷനുകളിൽ ഒന്നായിരുന്നു അത്. ട്രെയിലറിലെ റോയും റിയലിസ്റ്റിക്കും ആയ വിഷ്വലുകൾ കണ്ട് വിദേശ കാണികൾ പോലും ഞെട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ. തെന്നിന്ത്യൻ സിനിമയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ആക്ഷൻ സംഭവമായി ഈ ചിത്രം മാറുമെന്നാണ് ട്രെൻഡ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത്. അടുത്തതായി ഈ ചിത്രത്തിലെ അഭിനേതാക്കളെയും അവരുടെ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം. വളരെ സസ്പെൻസും കൗതുകവും നിറഞ്ഞൊരു കാസ്റ്റിംഗ് ആണ് അരുൺ മാതേശ്വരൻ ഈ ചിത്രത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ലോകേഷ് കനകരാജ്, കഥാപാത്രം ദേവ്ദാസ്. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ആക്ഷൻ പറഞ്ഞിരുന്ന ലോകേഷ് ഇനി മുന്നിൽ നിന്ന് അടി തുടങ്ങുകയാണ്. ചിത്രത്തിൽ ദേവ്ദാസ് എന്ന റഗ് ഗാങ്സ്റ്റർ കഥാപാത്രത്തെയാണ് ലോകേഷ് അവതരിപ്പിക്കുന്നത്. പഴയ കാലത്ത് നടന്ന ഒരു വലിയ സംഭവത്തിൻ്റെ പേരിൽ വേട്ടയായപ്പെടുന്ന, എന്നാൽ പകയും പ്രതികാരവും മനസ്സിൽ സൂക്ഷിക്കുന്ന പരുക്കൻ ലുക്കിലുള്ള കഥാപാത്രമാണ് ദേവ്ദാസ്. ലോകേഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ഈ റോൾ. വാമിക ഗബ്ബി, കഥാപാത്രം ചന്ദ്ര. ബോളിവുഡിലും സൗത്തിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന വാമിക ഗബ്ബിയാണ് ചിത്രത്തിലെ നായിക. ചന്ദ്ര എന്ന ശക്തമായ സ്ത്രീ കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിക്കുന്നത്. ദേവദാസിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കഥാപാത്രമാണ് ചന്ദ്ര. ദേവദാസും ചന്ദ്രയും തമ്മിലുള്ള ആഴത്തിലുള്ള പ്രണയവും കെട്ടുപാടുകളുമാണ് ഈ സിനിമയുടെ പ്രധാന കാതൽ. സഞ്ജന കൃഷ്ണമൂർത്തി, കഥാപാത്രം പാർവതി. വടിവുകാരസി തുടങ്ങിയ പ്രൊജക്റ്റുകളിലൂടെ ശ്രദ്ധേയായ സഞ്ജന ചിത്രത്തിൽ പാർവതി എന്ന വളരെ നിർണായകമായ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു വേഷമായിരിക്കും ഇത്. കസ്തൂരി രാജ്, തമിഴിലെ ലെജൻഡറി സംവിധായകനും നടനുമായ കസ്തൂരി രാജ് ഈ ചിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സപ്പോർട്ടിംഗ് റോളിൽ എത്തുന്നുണ്ട്. ഒരുപക്ഷെ ദേവദാസിന്റെ മെന്റർ അല്ലെങ്കിൽ വില്ലൻ ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രമായിരിക്കാം ഇത്. അവിനാഷ് രഘുദേവൻ, തമിഴ് സിനിമയിലെ മികച്ച ക്യാരക്ടർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായ അവിനാഷും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നു. കഥാഗതിയെ മാറ്റിമറിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡിലുള്ള വേഷമായിരിക്കും ഇതെന്നാണ് സൂചന. ഒരു സിനിമയിൽ അഭിനയിക്കുന്നവരെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരും. DCയുടെ കാര്യത്തിൽ ഇൻഡസ്ട്രിയിൽ വമ്പൻ സ്രാവുകളെയാണ് അണിനിരന്നിരിക്കുന്നത്. സംവിധാനം രചന അരുൺ മാതേശ്വരൻ. റോക്കി, സാനി കായിതം, ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലർ എന്നീ സിനിമകളിലൂടെ തമിഴ് സിനിമയിൽ ചോര ചിന്തുന്ന ആക്ഷൻ രംഗങ്ങളിലേക്ക് ഒരു പുതിയ ഭാഷ്യം ചമച്ച സംവിധായകനാണ് അരുൺ മാതേശ്വരൻ. അരുൺ ഒരുക്കുന്ന 4ാമത്തെ ചിത്രമാണിത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വലുകളും കടുത്ത റോ ആക്ഷനും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്.
അരുൺ മാതേശ്വരനൊപ്പം അരുൺ രഞ്ജൻ കൂടി ചേർന്നാണ് ചിത്രത്തിന്റെ അഡീഷണൽ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഡയലോഗുകൾ എഴുതിയിരിക്കുന്നത് അരുൺ മാതേശ്വരനും ഫ്രാങ്ക്ലിൻ ജേക്കബും ചേർന്നാണ്. സംഗീതം അനിരുദ്ധ് രവിചന്ദർ. ഇപ്പോഴത്തെ തെന്നിന്ത്യൻ സിനിമയുടെ നെടുന്തൂണായ റോക്ക് സ്റ്റാർ അനിരുദ്ധാണ് ഈ ചിത്രത്തിന്റെ സംഗീതം പകരുന്നത്. ചിത്രത്തിലെ ടൈറ്റിൽ ട്രാക്കായ രാഗ ഓഫ് റിവെഞ്ച് എന്ന ഗാനവും അനിരുദ്ധിന്റെ സിഗ്നേച്ചർ ബാക്ക്ഗ്രൗണ്ട് സ്കോറും തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിർമ്മാണം സൺ പിക്ചേഴ്സ്. കലാനിധി മാരന്റെ ഉടമസ്ഥയിലുള്ള സൺ പിക്ചേഴ്സ് ആണ് ചിത്രം വൻ ബജറ്റിൽ നിർമ്മിക്കുന്നത്. ഛായാഗ്രഹണം മുകേഷ് ജി. സിനിമയുടെ ആ ഇരുണ്ട റോ ആയ ഗാങ്സ്റ്റർ അന്തരീക്ഷം ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് മുകേഷ് ആണ്. എഡിറ്റർ GK പ്രസന്ന. അതിവേഗത്തിലുള്ള ആക്ഷൻ കട്ടുകളും ലാഗ് ഇല്ലാത്ത പേസിംഗും നൽകാൻ പ്രസന്നയുടെ എഡിറ്റിങ്ങിന് സാധിച്ചിട്ടുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫി PC സ്റ്റണ്ട്സ്. അരുൺ മാതേശ്വരൻ സിനിമകളിൽ ഫൈറ്റുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. PC സ്റ്റണ്ട് ഒരുക്കുന്ന സ്റ്റണ്ട് സീനുകളിൽ തിയേറ്ററിൽ പ്രേക്ഷകരെ സീറ്റിന്റെ അറ്റത്തെത്തിക്കും. ഇനി നമ്മൾ ഈ വീഡിയോയിലൂടെ ഏറ്റവും ആവേശകരമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. DC എന്ന ചിത്രത്തിനെക്കുറിച്ച് ഫിലിം സർക്കിളുകളിൽ പ്രചരിക്കുന്ന ചില ഞെട്ടിക്കുന്ന ഗോസിപ്പുകളും റൂമറുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒഫീഷ്യൽ ടീം ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇതിന് പിന്നിൽ വലിയ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് സിനിമാ ലോകത്തെ സംസാരം. ഇത് ശരിക്കും ക്ലാസിക് ദേവദാസിന്റെ മോഡേൺ ഗാങ്സ്റ്റർ റീമേക്കോ? ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ശരത് ചന്ദ്ര ചതോപാധ്യായയുടെ വിഖ്യാത നോവലായ ദേവദാസ് എന്ന കഥയുടെ ഒരു മോഡേൺ റീടെല്ലിംഗ് ആണ് ഈ ചിത്രമെന്നാണ് പറയപ്പെടുന്നത്. ദേവദാസായി ലോകേഷും ചന്ദ്രയായി വാമിക ഗബ്ബിയും പാർവതിയായി സഞ്ജന കൃഷ്ണമൂർത്തിയും വരുന്നു എന്നത് ഈ റൂമറിന് അടിവരയിടുന്നു. എന്നാൽ ഇതൊരു സാധാരണ പ്രണയകഥയല്ല. പകരം ഒരു പക്കാ ഗാങ്സ്റ്റർ പശ്ചാത്തലത്തിൽ ചോരയും മദ്യവും പ്രതികാരവും നിറഞ്ഞൊരു അൾട്രാ വയലന്റ് വേർഷൻ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് സിനിമയ്ക്ക് DC ദേവദാസ് ചന്ദ്ര എന്ന് പേരിട്ടിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ലോകേഷ് കനകരാജിന്റെ LCU കണക്ഷൻ ഉണ്ടോ? സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണിത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമകൾ തമ്മിൽ കണക്റ്റഡ് ആണ് LCU. എന്നാൽ ലോകേഷ് നായകനാവുന്ന ഈ ചിത്രം ഒരു അരുൺ മാതേശ്വരൻ സിനിമയാണ്. എങ്കിലും ഇതിൽ ലോകേഷിന്റെ യൂണിവേഴ്സിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം കാമിയോ വേഷത്തിൽ എത്തുമോ എന്നാണ് ആരാധകരുടെ സംശയം. ലിയോയിലെ പോലെയോ വിക്രമിലെ പോലെയോ ഉള്ള ഒരു സർപ്രൈസ് കണക്ഷൻ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഉണ്ടായേക്കാം എന്നാണ് ഫാൻസ് തിയറികൾ പറയുന്നത്. മറ്റൊരു വലിയ ഗോസിപ്പ് ചിത്രത്തിൽ ഒരു പ്രമുഖ തമിഴ് താരം അതിഥി വേഷത്തിൽ എത്തുന്നു എന്നതാണ്. അരുൺ മാതേശ്വരന്റെ മുൻ ചിത്രമായ ക്യാപ്റ്റൻ മില്ലറിൽ അഭിനയിച്ച ധനുഷോ അല്ലെങ്കിൽ ലോകേഷിന്റെ അടുത്ത സുഹൃത്തായ മറ്റേതെങ്കിലും സൂപ്പർ താരമോ ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ഒരു പ്രധാന സീനിൽ വരുന്നുണ്ടെന്നാണ് ഹോളിവുഡിൽ നിന്നുള്ള റൂമറുകൾ. ഇത് തിയേറ്ററുകളിൽ വലിയൊരു സർപ്രൈസായി സൂക്ഷിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത്. ഷൂട്ടിംഗ് സെറ്റിലെ ലോകേഷിന്റെ പെർഫോമൻസ് കണ്ട് അണിയറ പ്രവർത്തകർ ഞെട്ടി. സംവിധായകനായ ലോകേഷ് ആദ്യമായി മുഴുവൻ സമയം നടനാകുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ലൊക്കേഷനിൽ നിന്നുള്ള ഗോസിപ്പുകൾ സൂചിപ്പിക്കുന്നത് ഡയലോഗ് ഡെലിവറിയിലും ആക്ഷൻ രംഗങ്ങളിലും ഒരു പ്രൊഫഷണൽ നടന് വെല്ലുന്ന പ്രകടനമാണ് ലോകേഷ് കാഴ്ചവെച്ചത് എന്നതാണ്. പ്രത്യേകിച്ച് കമൽഹാസൻ എഴുതിയ അനിരുദ്ധ് ഈണമിട്ട ഇനിമേൽ എന്ന ആൽബത്തിൽ ലോകേഷ് അഭിനയിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് നമ്മൾ കണ്ടതാണ്. ഈ സിനിമയിലെ പരിക്കൻ ഗാങ്സ്റ്റർ ലുക്കിൽ ലോകേഷ് തകർത്തു വാരിയിട്ടുണ്ടെന്നാണ് സെറ്റിൽ നിന്നുള്ള സംസാരം. ഈ സിനിമയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഒന്നാമതായി, ഇത് വെറും ഒരു കൊമേഴ്ഷ്യൽ ആക്ഷൻ സിനിമയല്ല. അരുൺ മാതേശ്വരൻ്റെ മുൻ ചിത്രങ്ങൾ കണ്ടവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലും വളരെ റോയും ഇൻറ്റൻസുമാണ്. ഹോളിവുഡ് ക്വിൻറ്റിൻ ടാരാന്റിനോ സ്റ്റൈൽ വയലൻസും ഡാർക്ക് ഷെയ്ഡുകളും നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമതായി, അനിരുദ്ധിൻ്റെ മ്യൂസിക് മാജിക്. രാഗ ഓഫ് റിവെഞ്ച് എന്ന ടൈറ്റിൽ ട്രാക്ക് ഇതിനകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. തിയേറ്ററുകളിൽ ലോകേഷിൻ്റെ മാസ് എൻട്രിയും ഫൈറ്റുകൾക്കും അനിരുദ്ധ് നൽകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ വലിയൊരു പോസിറ്റീവ് ഘടകമായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ,
ഇതാണ് ലോകേഷ് കനകരാജ് ആദ്യമായി നായകനാകുന്ന DC രാഗ ഓഫ് റിവെഞ്ച് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റുകളും കാസ്റ്റ് ആൻഡ് ക്രൂ വിവരങ്ങളും ഒപ്പം നമ്മൾ ചർച്ച ചെയ്ത ആവേശകരമായ ഗോസിപ്പുകളും. സംവിധായകനായ ലോകേഷ് ക്യാമറയ്ക്ക് മുന്നിൽ ദേവദാസായി വരുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമോ? ഈ ചിത്രത്തിന്റെ LCU കണക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ധനുഷ് ഇതിൽ കാമിയോ റോളിൽ വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ എല്ലാ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമ വെബ് സീരീസ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും റിവ്യൂകൾക്കും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സിനിമ വിശേഷങ്ങളുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.